ഹലോ ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമേ തന്നെ എല്ലാവർക്കും ഒരു അടിപൊളി പുതിയ വർഷം ആശംസിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. കാരണം നമ്മൾ ന്യൂ ഇയറിന് ശേഷം ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. പിന്നെ ഇൻബോക്സിലൊക്കെ ഒത്തിരി പേര് ഹാപ്പി ന്യൂ ഇയർ അയച്ചിട്ടുണ്ട്. അവരോടെല്ലാം ഒത്തിരി 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 താങ്ക്സ്. അപ്പോൾ 2015 എല്ലാവരുടെ ജീവിതത്തിൽ ഒരു അടിപൊളി വർഷമാകട്ടെ. 2015 ഏറ്റവും അടിപൊളി വർഷമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അപ്പൊ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് Q&A ആണ് ചെയ്യുന്നത്. കുറേ കമന്റ്സ് വന്നിട്ടുണ്ട്. കുറേ ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഇടാതിരുന്നതുകൊണ്ട് കുറേ കമന്റ്സ് വന്നിട്ടുണ്ട്. ആ കമന്റ്സ് ഞാൻ ജസ്റ്റ് വായിച്ചിട്ട് നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പം 1 by 1 വായിക്കാമേ. ആദ്യമായിട്ട് വന്നിരിക്കുന്നത് രാഹുൽ തമ്പി എന്ന് പറയുന്ന ഒരു അക്കൗണ്ട്. ഇതാണ് സ്വിച്ച് ടു മെയിൻ അക്കൗണ്ട് എന്ന് കാണിച്ചു എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഫേസ്ബുക്ക് അക്കൗണ്ട് എങ്ങനെ നമ്മുടെ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് അല്ലെങ്കിൽ പേജ് ആക്കി മാറ്റാം എന്നുള്ള ആ വീഡിയോയ്ക്ക് വന്നേക്കുന്ന കമന്റ് ആണ്. അപ്പൊ ഇതിന് എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇങ്ങനെ ഒരു കമന്റ് ആയതുകൊണ്ട്. സ്വിച്ച് ടു മെയിൻ അക്കൗണ്ട് എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ ഇത് പുതിയ ഒരു പേജ് ക്രിയേറ്റ് ചെയ്ത പുതിയ ക്രിയേറ്റർ ആയിരിക്കും എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം. കാരണം ഇത് പ്രൊഫഷണൽ ഡാഷ്ബോർഡിനെ കുറിച്ച് ആയിരിക്കത്തില്ല ഈ ചോദിച്ചേക്കുന്നത്. സ്വിച്ച് ടു മെയിൻ അക്കൗണ്ട് എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഒരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ പേജിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇപ്പുറത്തേക്ക് സ്വിച്ച് ചെയ്യുന്നതിന് അതിനെയാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, പ്രൊഫഷണൽ ഡാഷ്ബോർഡ് അത് ഓഫ് ചെയ്യാനാണെങ്കിൽ ഓഫ് എന്ന് പറഞ്ഞിട്ടേ കാണിക്കത്തുള്ളൂ. പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഓഫ് ഓൺ ആ ഒരു ഓപ്ഷൻ ആയിരിക്കും. അല്ല സ്വിച്ച് ടു എന്ന് അതിനകത്ത് ഒരിക്കലും കാണിക്കാനുള്ള സാധ്യതയില്ല. അപ്പൊ എന്താണെന്നുള്ളത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും എഴുതാതെ ഞാൻ ഇങ്ങനെ ഒരു കമന്റ് ഇടുമ്പോൾ ഞാൻ എന്നാന്ന് പറഞ്ഞിട്ടാ പറയുന്നത് സ്വിച്ച് ടു മെയിൻ അക്കൗണ്ട് എന്ന് കാണിച്ചു എന്നുകൊണ്ട് ഇങ്ങനെ കരയുന്ന ഒരു ഇമോജി ഇട്ടിട്ടുണ്ട്. അപ്പൊ ശരിക്കും എനിക്കത് മനസ്സിലാകാത്ത രീതിയിലുള്ള കമന്റ് ആണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. മലയാളം ഇൻഫോ ബുക്ക് എന്ന് പറയുന്ന ഒരു ഐഡി എന്നാണ്. ചേച്ചി ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ ബോണസ് ഇനേബിൾഡ് കാണിക്കുന്നുണ്ട്, ഗ്രീൻ ടിക്ക് വന്നിട്ടുണ്ട്, അത്യാവശ്യം റീച്ചും ഉണ്ട്. ബട്ട് ബോണസിൽ പോയി നോക്കുമ്പോൾ എമൗണ്ട് കയറുന്നില്ല. അവിടെ കാണിക്കുന്നത് ഇങ്ങനെ ടോട്ടൽ അപ്രോക്സിമേറ്റ് ബോണസ് ഏർണിങ്സ് 0 ഇൻ റെഡ് കളർ എന്ന് കാണിക്കുന്നുണ്ടെന്ന്. ഏർണിങ്സ് ലഭിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? പ്ലീസ് റിപ്ലൈ. അതായത് ബോണസ് എന്ന് പറയുന്ന ഒരു പോർഷനിൽ നിങ്ങൾക്ക് സെറ്റപ്പ് വന്നിട്ടുണ്ടായിരുന്നോ? നിങ്ങൾ ഓൾറെഡി സെറ്റപ്പ് ചെയ്തോ? സെറ്റപ്പ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് സെറ്റപ്പ് ചെയ്ത് അത് ഇനേബിൾ ആക്കണം. ഇനേബിൾ ആക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ബോണസ് വഴി ഏർണിങ്സ് കിട്ടത്തുള്ളൂ. അല്ല, നിങ്ങൾ ഓൾറെഡി മോണിറ്റൈസ്ഡ് ആയ ആളാണെന്നുണ്ടെങ്കിൽ കണ്ടന്റ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് ഇനേബിൾ ആയി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. കണ്ടന്റ് മോണിറ്റൈസേഷനിലായിരിക്കും ഇതെല്ലാം വരുന്നത്. ഈ ബോണസ്, നിങ്ങളുടെ ലൈവിന്റെ റവന്യൂ, നിങ്ങളുടെ വീഡിയോസിന്റെ റവന്യൂ, നിങ്ങളുടെ ഷോർട്സിന്റെ റവന്യൂ, ഇത്രയും റവന്യൂ വരുന്നത്. ഈ റവന്യൂകളെല്ലാം കൂടെ ഒന്നിച്ച് കണ്ടന്റ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു പോർഷനിലായിരിക്കും വരുന്നത്. അതായത് ഈ ബാക്കി ഒരു സംഭവങ്ങൾ ഇപ്പൊ അവിടെയൊക്കെ കാണും, കുറച്ചുകൂടെ കഴിയുമ്പം അതൊന്നും അവിടെ കാണത്തില്ല. ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു പോർഷൻ മാത്രമേ അവിടെ കാണത്തുള്ളൂ. ബാക്കി എല്ലാം അവര് ഡിസപ്പിയർ ആക്കും കേട്ടോ. ഇപ്പം അവിടെ ഓപ്ഷൻ ഓൾറെഡി ഉള്ളതായിരുന്നത് കൊണ്ട് അവർ അവിടെ വെച്ചേക്കുന്നേ ഉള്ളൂ. അവർ ഡേ ബൈ ഡേ അതെടുത്ത് കളയും. ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ മാത്രമേ പിന്നെ അവിടെ കാണത്തുള്ളൂ. കണ്ടന്റ് മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് വീഡിയോസിന്റെയും റീൽസിന്റെയും ബോണസിന്റെയും ഒക്കെ സെപ്പറേറ്റ് നമുക്ക് അവിടെ കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി. കണ്ടന്റ് മോണിറ്റൈസേഷൻ ഇനേബിൾ ആക്കിയ ആളാണെങ്കിൽ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിന്റെ സെപ്പറേറ്റ് ബോണസിന് എത്ര എമൗണ്ട് കിട്ടി, അല്ലെ അത് ഏത് വീഡിയോ എന്നൊക്കെയാണ് ബോണസ് കിട്ടിയത്, നമ്മുടെ ലോങ് വീഡിയോയിൽ നിന്ന് എത്ര രൂപ കിട്ടി, ഏതൊക്കെ വീഡിയോയിൽ നിന്നാണ് നമുക്ക് കിട്ടിയത്, എത്ര രൂപ അതിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട്, എത്ര ഡോളേഴ്സ് കേട്ടോ എത്ര കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ആ കണ്ടന്റ് മോണിറ്റൈസേഷനിൽ കാണിക്കും. അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. മൂക്കെല്ലാം അടഞ്ഞിരിക്കുന്നത്, ഭയങ്കര തണുപ്പാണ് UAE-യിൽ. അപ്പൊ സഹിക്കാൻ മേല തണുപ്പ്. ഇപ്പൊ എത്ര മണിയായി? ഇവിടെ 10:30 ആയിട്ടുണ്ട്. എന്നിട്ട് പോലും ഭയങ്കര തണുപ്പാണ് നമുക്കിവിടെ. അപ്പൊ മൂക്ക് കാറ്റൊക്കെ അടികൊണ്ട് മൂക്കും തൊണ്ടയെല്ലാം പോയിരിക്കുകയാണ്. അടുത്തത് ഷാഫി എന്ന് പറയുന്ന ഐഡിന്ന് ചോദിക്കുന്നത്, സബ്സ്ക്രിപ്ഷൻ എനിക്ക് 699 പോയി, ഇനി എല്ലാ മാസവും പോവും എന്ന് പറയുന്നു, ഇത് ഒഴിവാക്കാൻ എന്ത് ചെയ്യാം? സബ്സ്ക്രിപ്ഷൻ എനിക്ക് 699 പോയി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ആരുടെയെങ്കിലും ചാനലിൽ പോയി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഏതെങ്കിലും ഫേസ്ബുക്ക് പേജ് സബ്സ്ക്രൈബ് ചെയ്ത് അങ്ങനെയാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? അല്ലാതെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനിൽ നിന്ന് പോയതാണോ? അതോ നിങ്ങൾ ഈ ടിക്ക് മാർക്ക് വരാൻ വേണ്ടി ബ്ലൂ ടിക്കിന് വേണ്ടിയുള്ള അതിന് ഡീറ്റെയിൽ കൊടുത്തിട്ടില്ല. ബ്ലൂ ടിക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെരിഫൈഡ് ബാഡ്ജ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ ആണോ? നിങ്ങൾ എന്ത് സബ്സ്ക്രിപ്ഷനാണ് ഉദ്ദേശിക്കുന്നത്? അല്ല ഡീറ്റെയിൽ ആയിട്ടൊന്നും എഴുതണ്ടായോ?
ഇന്ന ഏതെങ്കിലും ഒരു ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനി ടൈം ആ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ആ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ആ പോർഷനിൽ പോവുകയാണെങ്കിൽ, അതായത് ആരെയാ സബ്സ്ക്രൈബ് ചെയ്തേക്കെന്ന് വെച്ചാൽ അവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സബ്സ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരു മാസത്തിന്റെ 1-ാം തീയതി ആയി കഴിഞ്ഞാൽ ആ മാസത്തെ ഫുൾ എമൗണ്ട് അവരെടുക്കും. മീൻസ് എത്ര രൂപ, 699 പോയി എന്ന് പറയുന്നു. പലരും സബ്സ്ക്രിപ്ഷന് പല റേറ്റ് ആണ് വെച്ചേക്കുന്നത്. ഇപ്പം ഞാൻ വെച്ചേക്കുന്ന റേറ്റ് ആയിരിക്കത്തില്ല മന്ത്ലി വേറൊരാളുടെ സബ്സ്ക്രിപ്ഷന് വെച്ചേക്കുന്നത്. ചിലർ കൂട്ടി വെക്കും, ചിലർ കുറച്ച് വെക്കും. അപ്പം അത് നിങ്ങൾ നോക്കിയിട്ട് അടുത്ത മാസം ആകുന്നതിന് മുന്നേ തന്നെ, അതായത് ഇന്ന് തന്നെ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരെയാണോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നത് അവിടെ പോയിട്ട് നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ എനി ടൈം നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് അല്ല വെരിഫൈഡ് ബാഡ്ജിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ അത് നിങ്ങൾക്ക് എനി ടൈം അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ മാറ്റിയിട്ട് നമുക്ക് വെരിഫൈഡ് വേണ്ട എന്നുള്ളതാക്കി മാറ്റും. എന്ത് സബ്സ്ക്രിപ്ഷൻ ആണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഇത്രേ പറഞ്ഞുതരാൻ പറ്റുന്നുള്ളൂ കേട്ടോ. അടുത്ത ശാന്തി ഹരി ചോദിക്കുന്നു, ഞാൻ ഏകദേശം 6 മാസം മുമ്പ് സപ്പോർട്ട് ഇൻബോക്സ് നോക്കിയപ്പോൾ 2 അലേർട്ട് കണ്ടു. 2 വീഡിയോ ഡിലീറ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഒരെണ്ണത്തിന്റെ ഇഷ്യൂ ക്ലോസ്ഡ്, മറ്റൊരെണ്ണത്തിന്റെ ഓപ്പൺ ആണെന്നാണ് ഇപ്പോഴും എന്താണ് ഇങ്ങനെ എന്ന് ചോദിക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ ഡിലീറ്റ് ചെയ്ത വീഡിയോയുടെ ആയിരിക്കത്തില്ല നിങ്ങൾ മീൻസ് ഇപ്പം വന്ന് കിടക്കുന്ന അലേർട്ട് ഈ ഡിലീറ്റ് ചെയ്ത വീഡിയോയുടെ ആയിരിക്കത്തില്ല. ഒന്നുകൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് റീഫ്രഷ് ചെയ്തിട്ട് അല്ലെങ്കിൽ സൈൻ ഔട്ട് ചെയ്തിട്ട് സൈൻ ഇൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത വീഡിയോയുടെ ആണെങ്കിൽ അവിടെ കാണത്തില്ല. ഡിലീറ്റ് ചെയ്യാത്ത വീഡിയോയുടെ ആണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും നമുക്ക് സപ്പോർട്ട് അലേർട്ടിൽ പോയിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. അത് എപ്പോഴാണെങ്കിലും സപ്പോർട്ട് അലേർട്ടിൽ പോയി നമുക്ക് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിൻ്റെ ഇഷ്യൂ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. മീൻസ് റവന്യൂ അതിൻ്റെ ഓണർക്ക് ഷെയർ ചെയ്യാമെന്നുള്ള കാര്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ പേജിന് എപ്പോഴാണെങ്കിലും അത് ഇഷ്യൂ ആണ്. ഒത്തിരി അലേർട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പേജിന് ഇഷ്യൂ വരും. അപ്പോൾ അതൊന്ന് സൂക്ഷിക്കാവുന്ന ചെക്ക് ചെയ്തോളൂ കേട്ടോ. അടുത്തത് ടോപ്പ് ടെക് എന്ന് പറയുന്ന ചാനൽ, യുവർ പേജ് ഈസ് നോ ലോങ്ങർ ഏണിങ്സ് മണി എന്ന് കാണിക്കുന്നു. ഇതിൽ നിന്നും റീകവേർട്ട് ആകാൻ എന്ത് ചെയ്യണം? പ്ലീസ് റിപ്ലൈ യുവർ പേജ് ഈസ് നോ ലോങ്ങർ ഏണിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് അർത്ഥം. അപ്പൊ നമ്മൾ തന്നെയാണോ, നമ്മുടെ വീഡിയോ തന്നെയാണോ നമ്മുടെ പേജിലിടുന്നത്? അത് എന്തുകൊണ്ടാണ് റീസൺ എന്നുള്ളത് അതിനകത്ത് കാണിക്കും. നോ ലോങ്ങർ അവൈലബിൾ എന്ന് പറയുമ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് നോക്കുക എന്ത് ഇഷ്യൂ കൊണ്ടാണ് നിങ്ങളുടെ പേജിന്റെ മോണിറ്റൈസേഷൻ പോയെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് അവരവിടെ കാണിക്കും. അത് നോക്കിയിട്ട് അതിലെന്താണ് ചെയ്യേണ്ടതെന്നും അവർ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് സ്ട്രൈക്ക് കിട്ടിയേക്കുവാണെന്നുണ്ടെങ്കിൽ ഈ നോ ലോങ്ങർ അവൈലബിൾ എന്നുള്ളത് മിക്കവാറും വരാൻ സാധ്യതയുള്ളത് ഏതെങ്കിലുമൊക്കെ മറ്റ് പേജുകളിൽ നിന്ന് സ്ട്രൈക്ക് കിട്ടുമ്പോഴായിരിക്കും മെയിനായിട്ട്. അല്ലെങ്കിൽ അതുപോലുള്ള കണ്ടന്റ് മോണിറ്റൈസേഷൻ നമ്മൾ അവരുടെ പോളിസി നമ്മൾ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. പോളിസി നമ്മൾ ഫോളോ ചെയ്യാതെ ഒരു ജസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ഒരു എന്താ പറയുന്നത് നമ്മുടെ റീയൂസ്ഡ് കണ്ടന്റ് ഒക്കെ ആണെങ്കിൽ ഇത്രയും വലിയ ഇഷ്യൂ വരുന്നില്ല. നോ ലോങ്ങർ അവൈലബിൾ എന്ന് വരണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട്. വേറൊരാൾ നമുക്ക് സ്ട്രൈക്ക് തരുന്നതൊക്കെ ആയിരിക്കാം ഈ നോ ലോങ്ങർ അവൈലബിൾ. അങ്ങനെ പേജ് വന്നു കഴിഞ്ഞാൽ 90% നമുക്ക് പേജ് തിരിച്ചു കിട്ടാൻ പാടാണ് കേട്ടോ. ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കാൻ പറയുന്നതല്ല, പക്ഷെ ഇതാണ് സത്യസന്ധമായ കാര്യം. നമുക്ക് പേജ് തിരിച്ചു, എൻ്റെ ഒരു പേജിന്റെ ഞാൻ ഇതിന് മുന്നേ ഈ വീഡിയോ ഇട്ടപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1 വർഷത്തിൽ കൂടുതലായി ഒരാൾ സ്ട്രൈക്ക് തന്നിട്ട് എൻ്റെ മോണിറ്റൈസേഷൻ പോയി. നന്നായിട്ട് ഏൺ ചെയ്തുകൊണ്ടിരുന്ന ഒരു പേജായിരുന്നു. പക്ഷെ നല്ല അത്യാവശ്യം അത് റീച്ച് ചെയ്തുകൊണ്ടിരുന്ന പേജായിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കര മടിയായി. പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ഇടയ്ക്കിടയ്ക്കെങ്കിലും അതിന് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ ഫേസ്ബുക്കിന് നമ്മൾ അവരുടെ പോളിസി ഒന്നും വയലേറ്റ് ചെയ്യുന്നില്ല എന്ന് ഫേസ്ബുക്കിന് തോന്നിയാൽ നമുക്ക് റിവ്യൂ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുത്താൽ നമുക്ക് ഒരുപക്ഷെ അതിൻ്റെ മോണിറ്റൈസേഷൻ തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഉടനെ ഒന്നും കിട്ടാനുള്ള സാധ്യത നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള തെറ്റാണ്, അല്ല നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള തെറ്റല്ല, ഫേസ്ബുക്കിന്റെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിവ്യൂ കൊടുക്കാം. എന്നിട്ട് പറയണം ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ എൻ്റെ അല്ലാത്ത വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഡീറ്റെയിൽസും അതിൻ്റെ സ്ക്രീൻഷോട്ട് സഹിതം നിങ്ങൾക്ക് അതിനകത്ത് റിവ്യൂ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ കൊടുത്ത് നോക്കുക കേട്ടോ. നിങ്ങളുടെ മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര മെയിൽ അയച്ചിട്ടും ഒരു കാര്യമില്ല, നമുക്ക് കിട്ടത്തില്ല. പക്ഷേ അവരുടെ മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് തിരിച്ചു തരും കേട്ടോ. എനിക്ക് എല്ലാവരുടെയും വിഷമമൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഇതുപോലെ എൻ്റെ പേജ് ഇപ്പോഴും സ്റ്റിൽ എനിക്ക് മോണിറ്റൈസേഷൻ തിരിച്ച് കിട്ടിയിട്ടില്ല. 1 വർഷത്തിനടുത്താകുന്നുണ്ട് ഒരു പേജിൻ്റെ.
അപ്പോൾ എനിക്കിപ്പോഴും കിട്ടിയിട്ടില്ല. അപ്പം നമ്മൾ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കും. അതിനോടൊപ്പം തന്നെ പാരലായിട്ട് വേറൊരു പേജ് തുടങ്ങുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ പേജിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴെങ്കിലും മോണിറ്റൈസേഷൻ തിരിച്ചു കിട്ടാനുള്ള സാധ്യത ഇല്ല കേട്ടോ. അടുത്തത് പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റിയത് വീണ്ടും തിരിച്ച് പ്രൊഫൈലാക്കി മാറ്റാൻ കഴിയുമോ? തീർച്ചയായിട്ടും മാറ്റാൻ കഴിയും. അത് ചോദിക്കുന്നത് തോമസ് എബ്രഹാം ആണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റാൻ കഴിയും. ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് പോവാണെങ്കിൽ നിങ്ങൾക്ക് പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഓഫ് ആക്കാനുള്ള ഓപ്ഷൻ അങ്ങനെ ആയിരിക്കും അവിടെ വരുന്നത് കേട്ടോ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഓഫ് ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ പേജായി വീണ്ടും നിങ്ങളുടെ അക്കൗണ്ടായി തന്നെ മാറുമേ അത്. അടുത്ത എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ പേജ് ആക്കി മാറ്റി ഇനി അതിൽ നിന്ന് മറ്റൊരു പേജ് ഉണ്ടാക്കാൻ കഴിയും. തീർച്ചയായിട്ടും അതിൽ നിന്ന് വേറൊരു പേജ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും കേട്ടോ. അങ്ങനെയൊന്നും ഒരു പ്രോബ്ലം അല്ല. നമുക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എത്ര പേജ് വേണേലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അടുത്ത ഫേസ്ബുക്ക് സെയിം ആൾ തന്നെ സെയിം ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഫേസ്ബുക്ക് അക്കൗണ്ട് പ്രൊഫഷണൽ ബോർഡിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? മെറ്റ വഴി കഴിയുമോ? മെറ്റ വഴിയില്ല. നമുക്ക് ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നമ്മൾ എങ്ങനെയാണോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് സെയിം ഓപ്ഷൻ തന്നെയാണ് സ്റ്റിൽ ഉള്ളത്. നമ്മളെ മെറ്റാ ബിസിനസ് സ്യൂട്ടിൽ നമ്മുടെ അക്കൗണ്ട് കാണിക്കത്തില്ല. നമ്മുടെ ഈ അക്കൗണ്ട് നമ്മുടെ മെറ്റയിൽ ഒരിക്കലും കാണിക്കത്തില്ല. നമ്മുടെ പ്രൊഫൈല് പേജാക്കി മാറ്റിയത് കാണിക്കത്തില്ല. അതിന് നമ്മൾ സാധാരണ ഇടുന്ന പോലെ തന്നെ നമ്മൾ വീഡിയോ ഇടുക. അതിനകത്ത് പ്രത്യേകിച്ച് നമ്മുടെ തംബ്നെയിൽ സെറ്റ് ചെയ്യൽ അങ്ങനെയുള്ള ഒരു കാര്യവും അതിനകത്തില്ല. കൂടുതൽ ഓപ്ഷൻസ് ഇല്ല. ഒരുപക്ഷെ ഫ്യൂച്ചറിൽ വരുമായിരിക്കാം. റൈറ്റ് നൗ അങ്ങനെയൊന്നും ഒരു ഓപ്ഷൻ ഫേസ്ബുക്ക് അക്കൗണ്ട് പേജാക്കി മാറ്റിയതിനകത്ത് ഇല്ല കേട്ടോ. ഇനി ഒരെണ്ണം കൂടെ വായിക്കാം, കാരണം ലെങ്തി ആയി പോകുന്നുണ്ട് നമ്മുടെ വീഡിയോ. 5000 ഫ്രണ്ട്സ് ആക്കാനേ പറ്റുന്നുള്ളൂ. 5000 ഫ്രണ്ട്സേ ലിമിറ്റ് ഉള്ളൂ. സജി കുട്ടു എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഇട്ടേക്കാം. 5000 ഫ്രണ്ട്സ് നമുക്ക് ആക്കാനേ പറ്റത്തുള്ളൂ. പക്ഷെ നിങ്ങൾ വീണ്ടും ആ ഫോളോ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓൺ ആക്കി ഇട്ടേക്കുവാണെങ്കിൽ, നിങ്ങളുടെ ഫോളോ ഓപ്ഷൻ ഓൺ ആക്കിയിടുക, അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് നിങ്ങൾ ഓൺ ആക്കിയേക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ വരുന്ന റിക്വസ്റ്റുകളെല്ലാം നിങ്ങൾ 5000 ഫ്രണ്ട് ആക്കാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാത്തവരൊക്കെ നിങ്ങൾ ആഡ് ചെയ്തപ്പോഴായിരിക്കും 5000 നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആയത്. അപ്പം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് 5000 ഫോളോവേഴ്സും വന്നിട്ടുണ്ടാകും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഓൺ ആക്കുവാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വരുന്ന ഓരോ റിക്വസ്റ്റും ഓട്ടോമാറ്റിക്കായിട്ട് ഫോളോവേഴ്സ് ആയി മാറും കേട്ടോ. അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട. ഈ ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ 5000 ലിമിറ്റ്. ഫോളോവേഴ്സിന് നമുക്ക് എത്ര വേണേലും ആക്കാം. അപ്പൊ ഇന്ന് ഇത്രയും കമന്റ്സ് ഞാൻ വായിക്കുന്നുള്ളൂ. ഇനിയും വീണ്ടും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ഇതിന്റെ അടിയിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ ഇട്ടേക്കാം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഇറ്റ്സ് മീ റിനി സൈനിങ് ഓഫ്. ബൈ ബൈ.